പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 2 റെസിപ്പിയാണ്, തക്കാളി ഉപ്പുമാവും ചട്നിയും. അടിപൊളി കോമ്പിനേഷനാണ്. എപ്പോഴും ഇങ്ങനെ കടലക്കറിയും പഴവും ഒക്കെ ചേർത്ത് ഉപ്പുമാവ് കഴിക്കാതെ കുറച്ച് വ്യത്യസ്തമായിട്ട് ഇതുപോലെ തേങ്ങ ചട്നിയും ചേർത്തുള്ള അടിപൊളി കോമ്പിനേഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈ ഒരു ഗ്ലാസിൻ്റെ അളവാണ് കാണിക്കുന്നത്. 1 ഗ്ലാസ്സിനാണ് ചെയ്യുന്നത്. കടായി നന്നായിട്ട് ചൂടായിട്ട് കുറച്ച് എണ്ണയോ നെയ്യോ ചേർക്കാവുന്നതാണ്. കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് നിലക്കടലയും എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് കൂട്ടിയും കുറച്ചുമൊക്കെ എടുക്കാവുന്നതാണ്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ബ്രൗൺ ആക്കണം. രണ്ടും ചേർക്കണമെന്ന് നിർബന്ധമില്ല, ഏതെങ്കിലും ഒന്ന് ചേർത്താലും മതിയേ. ഇത് ബ്രൗൺ ആയിട്ടുണ്ട്. ആ 1 ഗ്ലാസ് റവ ചേർത്തിട്ടുണ്ട്. ഇത് വറുത്ത പാക്കറ്റ് റവയാണ്, എങ്കിലും നമ്മൾ ഒന്നുകൂടെ വറുത്തെടുക്കണം. ഇത് നന്നായിട്ട് വറുത്ത് കിട്ടിയിട്ടുണ്ട്. മണൽ പോലെ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇതിനി ഒരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കുകയാണ്. ഇനി അതേ കടായിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. കടുക് ഇട്ട് പൊട്ടിക്കുക. ഇനി 1 സ്പൂണോളം കടലപ്പരിപ്പാണ് ചേർക്കുന്നത്, ചന ഡാൽ. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ബ്രൗൺ ആകണം. ഇനി 1 സ്പൂൺ ഇഞ്ചിയാണ് ചെറുതായിട്ട് കൊത്തിയരിഞ്ഞത് ചേർക്കുക. കൂടെ തന്നെ 2 പച്ചമുളകും ചേർക്കുക. ഇഞ്ചി വഴന്നിട്ടുണ്ട്. ഇനി 1/2 സ്പൂണോളം പെരുംജീരകം അഥവാ വലിയ ജീരകം. ഒരുപാട് ചേർക്കരുത്, 1/2 സ്പൂൺ ചേർത്താൽ മതി. ഇത് ഒരുപാട് ഇട്ട് വഴറ്റണ്ട, ഇതൊട്ടും ബ്രൗൺ ആകരുത്. അതിനാണ് ലാസ്റ്റ് ചേർത്തത്. ഒന്ന് നന്നായിട്ടൊന്ന് ആ ചൂടെണ്ണയിലൊന്ന് ഇളക്കിയെടുത്താൽ മതി. ഇനി ഒരു മീഡിയം സൈസ് സവാളയോടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് കറിവേപ്പിലൂടെ ചേർത്തിട്ടുണ്ട്. സവാളയ്ക്ക് പകരം കുഞ്ഞുള്ളി ആയാലും ചേർക്കാവുന്നതാണ്. സവാളയൊന്ന് വാടിക്കിട്ടിട്ടുണ്ട്. ഇനി ക്യാരറ്റ് ചേർക്കുക. നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇനി ഈ ക്യാരറ്റും സവാളയോടെ ചേർത്തൊന്ന് വഴറ്റിയെടുക്കണം. ക്യാരറ്റൊക്കെ ഒന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. 2 വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത തക്കാളി ആയിരിക്കണം. അതോടെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഉപ്പൂടെ ചേർക്കുവാണെങ്കിൽ പെട്ടെന്ന് വഴന്ന് കിട്ടും. ഇനി ഇതെല്ലാം കൂടെ ചേർത്തൊന്ന് വഴറ്റിയെടുക്കണേ. ഒരുപാട് തക്കാളി വെന്തുടയേണ്ട ആവശ്യമില്ല. ആ തൊലിയൊക്കെ ഒന്ന് വെന്തിട്ടൊന്ന് വേർപെട്ട് വരത്തില്ല, അത്രയും മതി. ഇടയ്ക്ക് ഒന്ന് മൂടി കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടാനായിട്ട് ലോ ഫ്ലെയിമിലിട്ട് മൂടി വെച്ചാൽ മതി. ഇടയ്ക്ക് 1-2 പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുത്താലും മതി. പെട്ടെന്ന് ഇത് വെന്ത് കിട്ടും. വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ വെള്ളം ചേർക്കണം. പച്ചവെള്ളമാണ് ചേർക്കുന്നത്. 1 ഗ്ലാസ് റവയ്ക്ക് 2.25 ഗ്ലാസ് വെള്ളമാണ് ചേർക്കുന്നത്. വെള്ളം മൊത്തം ചേർത്തിട്ടുണ്ട്. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുക, കുറച്ച് ഉപ്പ് ചേർക്കുക. തക്കാളിക്കകത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് ചേർക്കുക. ഇനി മിക്സ് ചെയ്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നല്ലവണ്ണം ഇതൊന്ന് തിളയ്ക്കാൻ വിടണം. ഉപ്പുമാവ് നന്നായിട്ട് കുഴഞ്ഞ് കിട്ടണമെന്നുണ്ടെങ്കിൽ 1 ഗ്ലാസ് റവയ്ക്ക് 3 ഗ്ലാസ് വെള്ളമാണ് ചേർക്കേണ്ടത്. എനിക്ക് ഒരുപാട് കുഴയേണ്ട, അതുകൊണ്ട് ഞാൻ 1/4 ഗ്ലാസ് കുറച്ചാണ് ഒഴിച്ചത്. നന്നായിട്ട് വെട്ടി തിളച്ചിട്ട് വേണം റവ ചേർക്കാനായിട്ട്. റവ ചേർത്ത ഉടനെ തന്നെ ലോ ഫ്ലെയിമിൽ വെക്കല്ലേ, അതേ ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊണ്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കുന്ന റവ പെട്ടെന്ന് വെന്ത് വരും. ഇപ്പോഴെങ്ങും തീ കുറയ്ക്കുകയോ ചെയ്യരുത്, അതേ ഫുൾ ഫ്ലെയിമിലിട്ട് മിക്സ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുക. ഇതുപോലെ ബബിളൊക്കെ വന്ന് ഇതിൻ്റെ വെള്ളം ഒന്ന് വറ്റും. ഇപ്പോൾ ഇളക്കുമ്പോൾ മനസ്സിലാകുമല്ലോ, വെള്ളം ഒട്ടുമില്ല. ഇങ്ങനെ ആവുമ്പോൾ മാത്രം ലോ ഫ്ലെയിമിലോട്ട് മാറ്റുക. ഇനി ഇത് അടിക്ക് പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 3 അല്ലെങ്കിൽ 4 മിനിറ്റ് നേരത്തേന് മൂടി വേവിക്കണം. ഇതിപ്പോൾ ഒരു 4 മിനിറ്റ് നേരത്തേനാണ് മൂടി വയ്ക്കുന്നത്. ഒരു 2 മിനിറ്റ് കഴിഞ്ഞ ഉടനെ ഒന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇത് കഴിഞ്ഞിട്ടില്ല, ഇനി 2 ഐറ്റം കൂടി ചേർക്കാനുണ്ട്.
ഇതിപ്പോൾ നല്ലവണ്ണം കുഴഞ്ഞാണ് ഇരിക്കുന്നത്. ഇതാ കണ്ടോ, ഇനി കുറച്ചുകൂടെ ഒന്ന് ഡ്രൈ ആയി കിട്ടണം. ഇനി ആ ബാക്കി 2 മിനിറ്റ് നേരത്തേനെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇതാ 2 മിനിറ്റും കഴിഞ്ഞിട്ടുണ്ട്. ഇനി ലാസ്റ്റിൽ ബാലൻസ് ആകാൻ വേണ്ടി കുറച്ച് പഞ്ചസാരയാണ് ചേർക്കുന്നത്. കൂടെ തന്നെ കുറച്ച് നെയ്യും, 1/2 സ്പൂണോളം നെയ്യൂടെ ചേർക്കുന്നുണ്ട്. ഇത് രണ്ടും നിർബന്ധമില്ലാത്ത കാര്യമാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതിയേ. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് മല്ലിയില ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഈ സമയത്ത് മല്ലിയിലയും ചേർക്കാവുന്നതാണ്. ഇനി ഇതിലും നല്ലവണ്ണം ഡ്രൈ ആക്കണമെന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് തന്നെ ഇങ്ങനെ ഇളക്കി ഒന്ന് കൊടുത്താൽ മതി. കുറച്ചുകൂടെ ഡ്രൈ ആക്കി കിട്ടും. ആ ചട്നിയുടെ കഴിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് നനവോടുകൂടി ഇരിക്കുന്നതാണ് നല്ലത്. ഈ ഒരു അളവിലാണ് ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ചട്നിയുടെ റെസിപ്പി കാണിക്കാം. നല്ലൊരു കോമ്പിനേഷനാണ് ഇതിൻ്റെ കൂടെ ഈ ഒരു ചട്നിയെ. ഇനി 1 കപ്പ് തേങ്ങ ചേർക്കുക, ഇല്ലെങ്കിൽ ഇതുപോലെ പൂളി എടുത്താലും മതി. 1 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ഇനി 2-3 കറിവേപ്പില ചേർക്കുക, ഒരേ ഒരു വെളുത്തുള്ളി ചേർക്കുക, 1 കഷ്ണം ഇഞ്ചിയും ചേർക്കുക. ഇനി ഇതിൽ ഒരു 1.25 സ്പൂണോളം പൊട്ടുകടലയാണ് ചേർക്കുന്നത്. ഇനി ഉപ്പൂടെ ചേർക്കുക. ഇനി കുറച്ച് വെള്ളം ഉപയോഗിച്ച് നന്നായിട്ട് അരച്ചെടുക്കണം. ഇത് കുറിയ ചട്നിയല്ല, നല്ല നീട്ടിയെടുക്കേണ്ട ചട്നിയാണ്. നന്നായിട്ട് അരച്ചിട്ടുണ്ട്. ഇനി മിക്സിയുടെ ജാറിനകത്ത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട്. അതോട് ചേർത്ത് ഉപ്പുമൊക്കെ ചെക്ക് ചെയ്തൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണേ. ഇനി കടുക് താളിച്ച് ഈ ചട്നിയിലോട്ട് ഒഴിക്കണം, ചട്നി ചൂടാക്കരുത്. ഈ ഒരു ചട്നി നല്ലതാണ്, ഇഡലിക്കും ദോശയ്ക്കും ഒക്കെ പറ്റിയത് കൂടിയാണ്. ഈ ഒരു കോമ്പിനേഷൻ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറന്നുപോലെ. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണിൽ ഓൾ ഓപ്ഷൻ ഒന്ന് എനേബിൾ ആക്കിയിടാനും മറന്നുപോലെ. ഇതുവരെ തന്ന സപ്പോർട്ടെല്ലാം ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.